വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ കുറച്ച് നാളായി നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്കാണ്, അതായത് ടാൻ റിമൂവ് ഉള്ള ഒരു ഫേസ് പാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ചാർക്കോൾ ഫേസ് മാസ്ക്. ആ സംഭവം നമ്മളെങ്ങനെയാണ് കണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ലൈഫ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞ പേജിൽ ഈ ചേച്ചി ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ ചേച്ചി ഫേസ് മാസ്ക് ഒക്കെ ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് ഈ ടാൻ റിമൂവലൊക്കെ മാറ്റിയ സമയത്ത് ഇതേപോലെ തൊടുത്തെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരട്ട നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഈ ചിരട്ടേനെ നമ്മൾ അത്യാവശ്യം നമ്മളിതല്ലേ പൊടിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പൊടിയൊക്കെ കളഞ്ഞിട്ട് നമ്മളിനി ഇത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ചാർക്കോളാക്കി എടുക്കണം. ഇതാണ് ചാർക്കോൾ ഫേസ് മാസ്കിൻ്റെ ഫസ്റ്റ് സാധനം. അപ്പോൾ നമുക്കിത് കത്തിക്കാൻ പോകുമ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിവിടെ വെള്ളം തിളപ്പിക്കുകയാണ് അടുപ്പിൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെക്കാൻ പോവുകയാണ്. നന്നായിട്ട് കത്തി കരിക്കട്ട പോലെ ആവണല്ലേ. എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം അതിനെ. ഓക്കെ, അപ്പോൾ നമുക്ക് കത്തുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ ആ ചിരട്ട കത്തി തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് കത്തണ്ടേ? മാത്രമല്ലേ കത്തി തുടങ്ങിയല്ല, ഇനി കത്തിക്കോളും ഗൈസ്. അപ്പോൾ നമ്മുടെ ചിരട്ടയൊക്കെ കത്തിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടനാണ്ട് ഈ പൗഡർ ഫോമിലാക്കി എടുത്ത് ഞാൻ ഈ ഒരു സാധനത്തിനകത്ത് ഇടിക്കുകയാണ്. ഇതിൻ്റെ പേരെന്താ? എൻ്റെ പേര് ഇതിൻ്റെ പേരാണ് ഇടിമിയ. ചെറിയൊരു പോക്കറ്റ് ഫ്രണ്ട്ലി അമ്മി. അതായത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് പൗഡർ ഫോമിൽ. ഇതേപോലെ നല്ല പൊടിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഉള്ളൂ അല്ലേ ഇത്? ഇത്ര മതി. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് കാണുമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം പക്ഷെ നമ്മൾ പാതി ചിരട്ട എടുത്ത് കത്തിച്ച് പൊട്ടിച്ച് വന്നപ്പോൾ നല്ല ക്വാണ്ടിറ്റി പോലെ തോന്നി. പക്ഷെ പൊടിച്ച് വന്നപ്പോൾ ശരിക്കും ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരുപാട് വേണമെങ്കിൽ അതനുസരിച്ച് അല്ലേ 2 ചിരട്ടയൊക്കെ എടുക്കണം. നമ്മളൊരു ചിരട്ട, ഒരു ചെറിയൊരു ചിരട്ടയാണ് നമ്മളെടുത്തത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൊള്ളുവാണെങ്കിൽ 2 ചിരട്ട എടുക്കണം. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂൺ തേൻ നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്. ഏകദേശം അപ്പോൾ നമ്മൾ ഹണിയൊക്കെ ആഡ് ചെയ്യണതിന് മുമ്പ് ചെറിയൊരു ബൗളിലോട്ട് നമ്മൾ മൊത്തം മാറ്റി കൊടുക്കണം. കാരണം അതിൻ്റെ അകത്തിട്ട് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചാർക്കോൾ തട്ടണം. സ്പൂൺ തേൻ ചേർക്കുന്നുണ്ട്. ഹണി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു തേൻ ചേർത്താൽ മതി. 1 സ്പൂൺ ചേർക്കണം. ഇത്തിപ്പുരല്ലേ ഉള്ളൂ, 1 സ്പൂൺ ചേർക്കണോ? ഇപ്പോൾ ഒരാൾക്ക് തികയോട്ടെ ഇതെല്ലാം കൂടെ? തികയത്തത് നിനക്കെന്തൊരു ആനരമാകുമോ? അല്ല എന്നാലും പക്ഷേ അങ്ങനെ കുറച്ച് തേൻ വന്നിട്ടുണ്ട് ഗൈസ്. അതിന് നമുക്ക് നക്കി കുടിക്കാം. നല്ല ക്വാളിറ്റി സാധനം. അതുപോലെ തന്നെ 1 സ്പൂൺ കടലമാവ് ആഡ് ചെയ്യണം ഗൈസ്. ആഡ് ചെയ്തു ഗൈസ്. തട്ടാ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്പൂൺ തൈര്. അത് കഴിഞ്ഞ് 1 സ്പൂൺ അതിൻ്റെ കൂടെ 1 സ്പൂൺ തൈരൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കണം. നല്ല സ്പീഡിന് നല്ല ശക്തിക്ക് അങ്ങ് മിക്സ് ചെയ്യണം തന്നെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തല്ല? മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വെച്ചാൽ മുമ്പ് ഞാൻ ഒരു ചാർക്കോൾ മാസ്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ അതേ സെയിം കളറിൽ തന്നെയാണ് ഗൈസ് ഇതും ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും അവന്മാർ ഉണ്ടാക്കി തരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് ഇതേപോലെ ഒരു ടാൻ റിമൂവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ടാൻ റിമൂവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കുക. അതും കറക്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം അത് നമുക്ക് 100% റിസൾട്ട് കിട്ടിയൊരു ഇതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് ഇതിന്റെ കാര്യം നമ്മളിപ്പോൾ പറ റിസൾട്ട്. ഇതിന്റെ റിസൾട്ട് നമ്മൾ ഉടനെ പറയുന്നത്. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയുന്നതാണ്. ആ ചേച്ചി പറഞ്ഞ സെയിം റിസൾട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കിപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്ക് ഫേസിൽ മാത്രമല്ല നമുക്ക് ടാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം അപ്ലൈ ചെയ്യാം. കഴുത്തിലും കയ്യിലൊക്കെ. ഞാൻ എന്തായാലും കയ്യിലാണ് അപ്ലൈ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിലാണ് കൂടുതൽ ടാൻ അടിച്ചിരിക്കണം. മുഖത്ത് അപ്ലൈ ചെയ്യണല്ലേ? അപ്പം എൻ്റെ മുഖത്ത് അറിയാൻ പറ്റുമല്ലോ വ്യത്യാസം. ഞാൻ എന്തായാലും നമ്മളെ കണ്ടീഷൻ ഫേസിൻ്റെ എൻ്റെ കണ്ടീഷൻ കണ്ടോ? ഫേസിൻ്റെ കണ്ടീഷൻ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചെറിയ ടാനൊക്കെ ഉണ്ട്. എൻ്റെ കൈ കണ്ടോ? മുകളിലോട്ട് നല്ല വെളുപ്പും ഇവിടെ കറുത്ത് വന്നിരിക്കുന്നു. ടാനാണ്, കരുവെളുപ്പാണ്. അപ്പോൾ ഇത് മാറുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കയ്യിലൊക്കെ തേക്കാൻ കാണുമോ? ഇത് ഉണ്ട്. അപ്പോൾ ഇത് തേച്ചിട്ട് നമ്മൾ കറക്റ്റ് 15 മിനിറ്റ് നമ്മൾ ഇട്ടിരിക്കണം. അപ്പോൾ നമ്മൾ തേക്കാൻ പോവുകയാണ്. തേക്കണം. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ബ്രഷ് ഉണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം തേച്ചാൽ അത് തേച്ചാലും അത് വെച്ച് തേച്ചാലും മതി. അതിന് നീ അതിൻ്റെ ഇടയിൽ അത് പറഞ്ഞോ? അതപ്പോൾ അറിയാൻ പറ്റും വ്യത്യാസം 2 സൈഡുകൾ കമ്പയർ ചെയ്യാം. ഇതിങ്ങനെ തേക്കുമ്പോൾ നല്ല കര ഒരു ഇതായി. അതായത് നമ്മൾ മറ്റേ ഈ കരിക്കട്ടയൊക്കെ എടുത്ത് മുഖത്ത് തേക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. ചിരട്ടേര ആ ഒരു തരിപ്പുണ്ട്. പിന്നെ ചെറിയൊരു തണുപ്പും ഉണ്ട് ഗൈസ്. തൈര് ഫ്രിഡ്ജ് ഇരുന്നല്ലേ, അതുകൊണ്ടായിരിക്കും. തേച്ച് ഒരു സൈഡ് കംപ്ലീറ്റ് തേക്കിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ തേക്കാൻ പോവുകയാണ്. മുഖം ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈ ഫുള്ളും തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറുവസങ്കൊക്കെ പോലെ അല്ലേ? സൂപ്പറായി. നല്ല തണുപ്പ് ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചേട്ടനാണ്ട് ഇവിടെ കയ്യിലൊക്കെ ഫുള്ള് തേക്കുന്നുണ്ട്. ഇത്ര തേക്കണുള്ളൂ.
അപ്പോൾ ഇനി നമ്മളിതൊരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം ഇത് കഴുകിക്കളയാൻ. കഴുകിക്കളഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ബാക്ക് റിസൾട്ട് കാണിക്കാം. ഗൈസ് അപ്പം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടും 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നല്ല ഡ്രൈ ആയതുപോലെ ഒരു ഫീൽ വന്നല്ലേ, ഉണങ്ങി പിടിക്കുന്ന ഒരു ഫീൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വെളുത്തിട്ട് പാറോ ഇല്ലെന്ന് ഇപ്പോൾ അറിയാം ഗൈസ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാം. അല്ലെങ്കിൽ കറുത്തിട്ട് വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കേണ്ടി വരുമോ ഇല്ലയെന്ന് നോക്കാം. ഗൈസ് അപ്പം നമ്മളിപ്പോൾ മുഖത്തുള്ളതൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖം കഴുകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം അതിൻ്റെ അകത്ത് ചെറിയ തരി പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കഴുകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെയിൻ വരും. അവിടെ നിങ്ങളത് സൂക്ഷിച്ച് വേണം കഴുകാൻ. അപ്പോൾ എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട് ഗൈസ്. ആ വീഡിയോ കാണിച്ച പോലെ അത്രയ്ക്ക് തുടുത്ത് വെളുത്തിട്ടില്ലെങ്കിലും ടാൻ അത്യാവശ്യം മാറിയിട്ടുണ്ട്, അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇതും കൈയും അങ്ങനെ ചെറിയ വ്യത്യാസം, കൈ വ്യത്യാസമുണ്ട് ഗൈസ്, നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറയാം. കാരണം അത്രയ്ക്ക് മാറ്റമുണ്ട്. ഇതിലാണ് പാക്ക് അപ്ലൈ ചെയ്തത്, ഈ അപ്ലൈ ചെയ്യാത്ത കൈയാണ്. അപ്പോൾ ഇതിൽ ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആയിട്ടിരിപ്പുണ്ട്. ഈ കയ്യിൽ തേച്ചിട്ടില്ല, ടാൻ ഉണ്ട് ഇപ്പോൾ സ്റ്റില്ല്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ആ പറഞ്ഞ കണക്ക് വീഡിയോ കാണിച്ചാൽ ഭയങ്കരമായിട്ടൊരു വെളുപ്പൊന്നുമല്ല, ഇത് ആ ടാൻ റിമൂവ് ആവും, അത്രേ ഉള്ളൂ. അല്ലാതെ വെളുത്തിട്ട് പാറും എന്നൊന്നും പറയാനില്ല. ടാൻ റിമൂവലായിട്ട് കണ്ടാൽ മതി ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ തുടരെ വീഡിയോ ഇടുന്നതായിരിക്കും. ആഴ്ചയിൽ ഒരു 3-4 വീഡിയോകൾ നമ്മൾ ഇടുന്നതായിരിക്കും അല്ലേ. അതെ കണ്ടന്റ് കിട്ടാത്തതിൻ്റെ ആ ഒരു പ്രശ്നത്തിലാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.